96ാമത് ഓസ്കാർ അവാർഡിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. 13 നോമിനേഷനുകളുമായി ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ ആയിരുന്നു മത്സരത്തിൽ മുൻപന്തിയിൽ. പൂവർ തിങ്സിന് 11ഉം കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണിന് 10ഉം നോമിനേഷനുകൾ ലഭിച്ചു. അപ്പോൾ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് ഈ വർഷം ലഭിച്ചത് ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമറിനാണ്. കഴിഞ്ഞ വർഷത്തെ കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച ഒരു സിനിമയാണിത്. ഇതിന്റെ റിവ്യൂ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എത്ര ഓസ്കാർ അടിച്ചു മാറ്റുമെന്ന് കണ്ടറിയണമെന്ന്. 7 പുരസ്കാരങ്ങളുമായാണ് ഓപ്പൺഹൈമർ ഓസ്കാറിൽ തിളങ്ങിയത്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ഓപ്പൺഹൈമറിലൂടെ ക്രിസ്റ്റഫർ നോളന് തന്നെയാണ്. ഇത്രയും വിശ്വവിഖ്യാതനായിട്ടുള്ള ഒരു ഡയറക്ടർ സ്റ്റിൽ പുള്ളിക്ക് കരിയറിലെ ആദ്യത്തെ ഓസ്കാർ അവാർഡാണ് ഇപ്പോൾ ലഭിച്ചത് എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 2018 ഒരു തവണ മികച്ച ഡയറക്ടർക്കുള്ള നോമിനേഷൻ ലഭിച്ചിരുന്നു. മികച്ച നടൻ കിലിയൻ മർഫി ചിത്രം ഓപ്പൺഹൈമർ അന്യായ പെർഫോമൻസ് തന്നെയായിരുന്നു. അതിൽ ആർക്കും എതിരഭിപ്രായം ഒന്നും കാണില്ല എന്ന് തന്നെ തോന്നുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഓസ്കാർ നോമിനേഷന് തന്നെ പുരസ്കാരം ലഭിച്ചു എന്നുള്ളത് പൊളി. അതോടൊപ്പം മികച്ച സഹനടനുള്ള പുരസ്കാരം റോബർട്ട് ഡൗണി ജൂനിയറിനും ഓപ്പൺഹൈമർ നേടിക്കൊടുത്തു. അദ്ദേഹത്തിന്റെയും കരിയറിലെ ഫസ്റ്റ് ഓസ്കാർ ആണ്. 2 തവണ മുമ്പ് ഓസ്കാർ നോമിനേഷനിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇത്തവണയാണ് ആദ്യമായിട്ട് ലഭിക്കുന്നത്. പൂവർ തിങ്സിലെ ബെല്ല ബാക്സ്റ്ററിനെ അവതരിപ്പിച്ചതിന് എമ്മ സ്റ്റോൺ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിന്റെ റിവ്യൂവിലും ഞാൻ പറഞ്ഞിരുന്നു പുള്ളിക്കാരി ഈ പടത്തിൽ കിടിലൻ പെർഫോമൻസ് ആണ്, ഇത്തവണയും ഓസ്കാർ കിട്ടിയാൽ അത്ഭുതമൊന്നുമില്ല എന്ന്. സോ അത് സംഭവിച്ചു. 2017 ലാലാ ലാൻഡിലെ പ്രകടനത്തിനും പുള്ളിക്കാരി മികച്ച നടിക്കുള്ള ഓസ്കാർ നേടിയിട്ടുണ്ട്. മികച്ച സഹനടിക്കുള്ള അവാർഡ് ദ ഹോൾഡ് ഓവേഴ്സിലെ പ്രകടനത്തിന് ഡവൈൻ ജോയ് റാൻഡോൾഫിന് ലഭിച്ചു. ഇതിന്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു പുള്ളിക്കാരിയുടെ കിടിലൻ പെർഫോമൻസ് ആണെന്ന്. എനിക്ക് ആ റോളിൽ പുള്ളിക്കാരിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ബെസ്റ്റ് അഡോപ്റ്റഡ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് അമേരിക്കൻ ഫിക്ഷൻ എന്ന ചിത്രമാണ് നേടിയത്. സ്കോട്ട് ജെഫേഴ്സൺ ആണ് സിനിമയുടെ തിരക്കഥ രചിച്ചത്. ഈ സിനിമയെ ഞാൻ കണ്ടിട്ടില്ല, കാണണം. ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് അനാറ്റമി ഓഫ് ദ ഫോൾ എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. ജസ്റ്റിൻ ട്രെയ്റ്റ്, ആർതർ ഹെരാരി എന്നിവർ ചേർന്നാണ് തിരക്കഥ രചിച്ചത്. കഴിഞ്ഞ വർഷത്തെ എന്റെ പേഴ്സണൽ ഫേവറേറ്റുകളിൽ ഒന്നാണ് ഈ സിനിമ. ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല കണ്ടു നോക്കുക. മസ്റ്റ് വാച്ച് ഫിലിം ആണ്, കാണാൻ മറക്കരുത്. മികച്ച ആനിമേഷൻ ചലച്ചിത്രം ബോയ് ആൻഡ് ദ ഹെറോൺ എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. ഹായോ മിയാസാക്കി, ടോഷിയോ സുസുക്കി എന്നിവരാണ് ഇതിന്റെ സൃഷ്ടാക്കൾ. മികച്ച ഡോക്യുമെന്ററി ചിത്രത്തിനുള്ള അവാർഡ് 20 Days in Mariupol എന്ന ഡോക്യുമെന്ററിക്കാണ് ലഭിച്ചത്. മികച്ച വിദേശ ചിത്രം ജോനാഥൻ ഗ്ലേസർ സംവിധാനം ചെയ്ത ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഈ പടം ഞാൻ കണ്ടിട്ടില്ല, കണ്ടാൽ ഉടനെ റിവ്യൂ ഇടുന്നതായിരിക്കും. ഗംഭീര സിനിമയാണെന്നാണ് കേട്ടത്. ബെസ്റ്റ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് വാർ ഈസ് ഓവർ, ഇൻസ്പയർഡ് ബൈ ദ മ്യൂസിക് ഓഫ് ജോൺ ആൻഡ് യോക്കോ. കണ്ടിട്ടില്ല, എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ കണ്ടു നോക്കണം. ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരം ദ വണ്ടർഫുൾ സ്റ്റോറി ഓഫ് ഹെൻറി ഷുഗർ എന്ന ഷോർട്ട് ഫിലിമിനാണ് ലഭിച്ചത്. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരം ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പിനാണ് ലഭിച്ചത്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിക്കുള്ള അവാർഡ് ഓപ്പൺഹൈമറിനാണ് ലഭിച്ചത്. ഹോയിഡ് വാൻ ഹോയ്റ്റേമയാണ് ഈ സിനിമയുടെ ഛായാഗ്രഹകൻ. വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പൂവർ തിങ്സിനാണ്. ഹോളി വാഡിംഗ്ടൺ ആണ് ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ. അതിനിടെ നമ്മുടെ ജോൺസീന അണ്ണൻ വന്ന് താരമാവുകയും ചെയ്തു. മികച്ച മേക്കപ്പിനും ഹെയർ സ്റ്റൈലിനുമുള്ള അവാർഡ് ലഭിച്ചതും പൂവർ തിങ്സിനാണ്. നാദിയ സ്റ്റെസി, മാർക്ക് കൂളിയർ, ജോഷ് വെസ്റ്റേൺ എന്നിവരാണ് മേക്കപ്പും ഹെയർ സ്റ്റൈലിംഗും നിർവഹിച്ചത്. ഇതിലെ വില്യം ഡഫോയുടെ മേക്കപ്പ് കിടിലനാണെന്ന് ഞാൻ റിവ്യൂവിൽ പറഞ്ഞായിരുന്നു. ബെസ്റ്റ് ഒറിജിനൽ സോങ് ബാർബിക്ക് വേണ്ടി ബില്ലി എലീഷും ഫിനിയസ് ഓക്കോണലും പങ്കിട്ടു. മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരവും ഓപ്പൺഹൈമർ നേടി. ലുഡ്വിഗ് ഗോറൻസൺ ആണ് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നിർവഹിച്ചിട്ടുള്ളത്. മികച്ച കലാസംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് പൂവർ തിങ്സിനാണ്. ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജെയിംസ് പ്രൈസും ഷോണ ഹീത്തുമാണ്. അതുപോലെ സെറ്റ് ഡെക്കറേഷൻ നിർവഹിച്ചിരിക്കുന്നത് സൂസ മോൾക്കാണ്. മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം ലഭിച്ചതും ഓപ്പൺഹൈമറിനാണ്. ജെനിഫർ ലൈം ആണ് ഇതിന്റെ എഡിറ്റർ. ബെസ്റ്റ് സൗണ്ട് ഡിസൈനുള്ള പുരസ്കാരം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റിന് ലഭിച്ചു. ടാൺ വില്ലേഴ്സും ജോണി ബേണുമാണ് സൗണ്ട് ഡിസൈനിങ് നിർവഹിച്ചിട്ടുള്ളത്. ഇനി മികച്ച വിഷ്വൽ ഇഫക്റ്റിനുള്ള പുരസ്കാരം ലഭിച്ചത് ഗോഡ്സില -1 എന്ന സിനിമയ്ക്കാണ്. ആകെ 100 കോടി മാത്രം ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ജാപ്പനീസ് സിനിമയാണിത്. ഇവിടുത്തെ സൂപ്പർ സ്റ്റാർസ് ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന പ്രതിഫലം മാത്രമേ ഉള്ളൂ ഈ പടത്തിന്റെ മൊത്തം ചെലവ്. എന്നിട്ട് അത് വെച്ച് VFX ഓസ്കാർ തൂക്കുകയും ചെയ്തു. ഈ പടം നമ്മുടെ ഇവിടെയെങ്കിലും റിലീസ് ഇല്ലാഞ്ഞത് വളരെ മോശമായി പോയെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി OTT വന്ന് കണ്ടാലും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു വഴിയില്ല. അതൊരു സങ്കടമാണ്. ഇതെന്താ ഇന്ത്യയിൽ ഈ പടം ഇറങ്ങാത്തതെന്ന് എനിക്കറിയില്ല. ബെസ്റ്റ് വിഷ്വൽ ഇഫക്റ്റ് അവാർഡ് തൂക്കിയ പടം ആയതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കാണാൻ പറ്റുകയായിരുന്നെങ്കിൽ പൊളിയായനെ. ബാഡ് ലക്ക്. അപ്പോൾ ഇത്രയുമാണ് ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് ജേതാക്കളുടെ കംപ്ലീറ്റ് ലിസ്റ്റ്. ഓൾമോസ്റ്റ് മിക്ക സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് സിനിമകൾ ഇനിയും കാണാനുമുണ്ട്. കാണുന്ന മുറയ്ക്ക് ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.